കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിവേചനം കാലങ്ങളായി തന്നെ കേരളം കാണുന്നതാണ്. നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക നൽകാതിരുന്നപ്പോൾ തന്നെ കർഷകർ വളരെയധികം യാതന അനുഭവിച്ചിരുന്നു. ഇപ്പോഴിതാ കൃഷി വകുപ്പിനൊപ്പം വൈദ്യുതി വകുപ്പും കൂടി ചേർന്നാണ് ഇക്കുറി കർഷകരെ കഷ്ടത്തിലാക്കിയിരിക്കുന്നത്. കർഷകർക്ക് വൈദ്യുതി സൗജന്യം എന്ന വാഗ്ദാനത്തിൽ നിന്നുമാണ് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നത്. വൈദ്യുതി സൗജന്യമായി നൽകിയതിന് കൃഷിവകുപ്പ് നൽകേണ്ട 186.53 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് KCB കർഷകർക്ക് നേരിട്ട് നോട്ടീസ് അയച്ചു തുടങ്ങിയത്. തുക അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്നാണ് ഭീഷണി. ഈ ഭീഷണിയിൽ കുരുങ്ങിയിരിക്കുകയാണ് പാവപ്പെട്ട കർഷകർ. KCBയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 2,58,796 കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്നുണ്ട്. ഇതിന്റെ പണം കൃഷിവകുപ്പ് ബോർഡിന് നൽകണം. ഇതാണ് വലിയ കുടിശ്ശികയായത്. കൂടുതൽ ഉപയോക്താക്കളുള്ള പാലക്കാട് ജില്ലയിൽ 50 കോടി രൂപയാണ് കുടിശ്ശിക. വരൾച്ച ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ജില്ലയാണ് പാലക്കാട്. ഇവിടെ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ പമ്പ് സെറ്റുകളുടെ ഉപയോഗം പതിവാണ്. വൈദ്യുതിയുടെ തുക കൃഷിവകുപ്പ് കർഷകന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും അവിടെ നിന്ന് ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലൂടെ KCBയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ നിലയിൽ കണക്ഷൻ വിച്ഛേദിച്ചാൽ അത് വലിയ തരത്തിലുള്ള നഷ്ടമാകും കർഷകർക്കുണ്ടാക്കുക. കർഷകർ കൃഷിഭവനുകളെ സമീപിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയല്ലാതെ കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാനാകില്ല. കുടിശ്ശിക തീർപ്പാക്കാൻ KCB ഒറ്റത്തവണ തീർപ്പാക്കൽ പ്രഖ്യാപിച്ചതിനാൽ വൈദ്യുതി സൗജന്യമല്ലാത്ത സ്ഥിതിയായി. 25,000 രൂപ വരെയാണ് പലരുടെയും കുടിശ്ശിക. നടപടി ഭയന്ന് പണമടച്ച കർഷകരുമുണ്ട്. വൈദ്യുതിയുടെ പണമടയ്ക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ 2 വർഷം മുൻപ് കൃഷിവകുപ്പ് ശ്രമിച്ചെങ്കിലും കർഷകരും ഉദ്യോഗസ്ഥരും എതിർത്തു. ഗ്രൂപ്പ് രൂപീകരണം സംബന്ധിച്ച് തർക്കം നടന്ന 1.5 വർഷത്തോളമുള്ള വൈദ്യുതി നിരക്ക് അടച്ചിരുന്നില്ല. അതാണ് ഇപ്പോഴും കുടിശ്ശികയായി തുടരുന്നത്. ഇപ്പോൾ ഗഡുക്കളായി ചെറിയ തുകകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് കുടിശ്ശികയുടെ പലിശയ്ക്ക് മാത്രമേ തികയുന്നുമുള്ളൂ.